അല്ല, ഇതിനകത്ത് മോഹനൻ കുന്നുമലിനെ സംബന്ധിച്ച് നമുക്കറിയാം, RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം, RSSന്റെ അജണ്ട നടപ്പാക്കൽ മോഹനൻ കുന്നുമൽ കേരള സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടൂളായിട്ട് KSU മാറിക്കൊണ്ടിരിക്കുകയാണ്. KSU കേവലം RSSന്റെ പണിയാളായിട്ടുള്ള ഈ മോഹനൻ കുന്നുമ്മലിൻ്റെ ടൂളായി KSU അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികളോട് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടത്തി, സർവകലാശാല തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് സർവകലാശാല ഡിക്ലെയർ ചെയ്ത തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഈ തെരഞ്ഞെടുപ്പിനകത്തെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് ഞങ്ങൾ മത്സരിച്ചു. സുമി എസ് ആയിരുന്നു. എസ്എഫ്ഐയുടെ കൊല്ലത്തെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുമിയാണ് ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് മത്സരിച്ചത്. ഓപ്പോസിറ്റ് KSUവിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അഹല്യ എൽ. സുമിക്ക് 116 വോട്ട് കിട്ടി, KSUവിന് 39 വോട്ട് കിട്ടി. ഈ 116 വോട്ട് കിട്ടി വിജയിച്ച് സർവകലാശാല ഡിക്ലെയർ ചെയ്ത തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് സർവകലാശാല ഡിക്ലെയർ ചെയ്ത ആളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കരുതെന്ന് KSU പറയുന്നതിനകത്ത് ലോജിക്ക് എന്താണ്? ഇവരാണ് അല്ല, കീറിയെറിഞ്ഞതിന്റെ വിഷ്വൽസ് നമ്മുടെ മുൻപിലുണ്ടല്ലോ. നിങ്ങളിൽ ചില മാധ്യമങ്ങളെങ്കിലും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അത് സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്. സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിൽ പരാജയം ഉറപ്പാക്കിയ KSU ആ വോട്ട് ഈ പറഞ്ഞവർക്ക് ബാലറ്റ് ഷീറ്റുകളും മറ്റ് സാമഗ്രികളും കീറിയെറിയുന്നതിന് വിഷ്വൽസ് നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഇത് രണ്ടും രണ്ട് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടും രണ്ട് നോട്ടിഫിക്കേഷൻ ഉള്ള രണ്ട് തെരഞ്ഞെടുപ്പാണ് സെനറ്റ് തെരഞ്ഞെടുപ്പും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പും. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് സെനറ്റിന്റെ വോട്ടർ കൗണ്ടിങ് ആരംഭിക്കുന്നത്. ആ കൗണ്ടിങ്ങിന്റെ ഘട്ടത്തിലാണ് KSU എന്ന് ബോധപൂർവം വിഷയം ഉണ്ടാക്കുകയും ബാലറ്റ് ഉൾപ്പെടെ കീറിയെറിയുകയും ചെയ്യുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സെനറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്ന് സ്വീകരിച്ചത് അന്ന് ആ വോട്ടെണ്ണൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നറിയുണ്ടായില്ല. ഒന്നുകിൽ റീ എലക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട UUCമാരെ വെച്ച്, ഒന്നുകിൽ അതേ UUCമാരെ വെച്ച്, അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ വെച്ച് റീ എലക്ഷൻ നടത്തണം. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയി സെനറ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കാരണം ആ സെനറ്റിൽ നിന്ന് വേണം ഞങ്ങൾക്ക് വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് മെമ്പർ ഇല്ലാതെ കേരള സർവകലാശാല നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സെനറ്റിൽ നിന്ന് മാത്രമേ വിദ്യാർത്ഥി സിൻഡിക്കേറ്റിലേക്ക് ആളെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യമാവുള്ളൂ. അപ്പോൾ അതുൾപ്പെടെ ഞങ്ങളുടെയും ആവശ്യമായിരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് SFIയുടെ സ്ഥാനാർത്ഥിക്ക് 120 വോട്ടാണ് കിട്ടുന്നത്, KSUവിന് 35 വോട്ട്. ഇത് വീണ്ടും റീ എലക്ഷൻ നടത്തണമെന്ന് അവർ പറയുന്നതിനകത്തെ ലോജിക്ക് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് ജോയിന്റ് സെക്രട്ടറിമാർ ഈ പറഞ്ഞ പോലെ പ്രിഫറൻസ് വോട്ടിംഗ് ആണ്. SFIയുടെ രണ്ട് കാൻഡിഡേറ്റ്സിനും 60 വോട്ട് വെച്ചും KSUവിൻ്റെ സ്ഥാനാർത്ഥിക്ക് 36 വോട്ട് കിട്ടുന്നത്. വൈസ് ചെയർപേഴ്സൺ പോസ്റ്റിലേക്ക് SFI എതിരില്ലാതെയാണ് വിജയിച്ചിട്ടുള്ളത്. KSUവിൻ്റെ സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എതിരില്ലാതെ ഉൾപ്പെടെ ഞങ്ങൾ വിജയിച്ച ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. ഇത്തവണത്തെ കേരള സർവകലാശാല യൂണിയൻ്റെ മറ്റൊരു പ്രത്യേകത, സർവകലാശാല യൂണിയൻ്റെ എല്ലാ പോസ്റ്റിലേക്കും വനിതകളാണ്, വിദ്യാർത്ഥിനികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള സർവകലാശാല യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിദ്യാർത്ഥിനികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെയുൾപ്പെടെ പ്രാധാന്യമുള്ള പ്രത്യേകതകളുള്ള സർവകലാശാല യൂണിയനെ അധികാരത്തിലേറാൻ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് KSU തീരുമാനം എടുത്തിട്ടുള്ളത് ഈ വൈസ് ചാൻസലറുടെ തിട്ടൂരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ KSU സഖ്യം ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടാണ് നമ്മുടെ കേരളത്തിൽ കേട്ടുകേൾവിയുണ്ടോ ഇങ്ങനൊരു സംഭവം? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ 4 മാസമായി അവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ യൂണിയൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അനുവദിക്കാത്ത നിലയിലുള്ള സമീപനം. ഞങ്ങൾ സമാധാനപരമായി നിരന്തരം സമരം ചെയ്തു. കാരണം ഞങ്ങളുടെ ആവശ്യം ജനുവിനാണ്, ജനാധിപത്യപരമാണ്. ആ ആവശ്യം, ആ അവകാശം ഞങ്ങൾക്ക് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്തത്. ഇനിയും ഞങ്ങൾ സമാധാനപരമായി തുടർന്നാൽ ഇത്രയും 10,000 വരുന്ന വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കപ്പെടും. നാളെ ആ കുട്ടികളോട് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കുറിച്ചുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ട്. ആ കുട്ടികളെക്കുറിച്ചുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ട്. ആ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്, ആ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. 1000 വരുന്ന കുട്ടികളുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്കാണ് SFI കടക്കാൻ വേണ്ടി പോകുന്നത്. ശക്തമായിരിക്കും ഞങ്ങളുടെ സമരം.